ഹായ് നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് സുഖമാണ്. കാരണം ഞാൻ ഇന്ന് വന്നത് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ്. കാരണം എൻ്റെ ഹോബീസ്, എൻ്റെ ആഗ്രഹങ്ങൾ, പിന്നെ എൻ്റെ ഫുഡ്, ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്നെ അടുത്തറിയാൻ ആഗ്രഹമുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഇതിലുണ്ട്. അവരൊക്കെ എന്നെ അറിയണമല്ലോ, ഞാൻ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്, ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് ഇഷ്ടങ്ങൾ എന്നൊക്കെ അവരറിയണ്ടേ. കാരണം എൻ്റെ ഫ്രണ്ട്സല്ലേ, എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് അറിയാം, പിന്നെ ആരെക്കുറിച്ച് അറിയില്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, കാരണം എന്നെപ്പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നടക്കാതെ ആരുമില്ല, പോകാൻ പറ്റാതിരിക്കുന്ന ചില കൂട്ടുകാർ കാണും. അന്നേരം അവരിതൊക്കെ കാണുന്നെങ്കിൽ ഒരുമിച്ചൊരു യാത്രയൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. എല്ലാവരും ഒന്ന് കാതോർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം, എനിക്ക് പോകേണ്ട ഏറ്റവും വലിയൊരു ആഗ്രഹം, എനിക്ക് മൂകാംബിക ടെമ്പിളിൽ പോകണം വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നില്ല. ഞാൻ കണ്ണൂർ വരെ പോയിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ ഇന്ന് വരെ മൂകാംബിക അമ്മ അങ്ങോട്ട് അമ്മ എനിക്ക് ദർശനം തരാൻ തയ്യാറായിട്ടില്ല. ഞാൻ ചോറ്റാനിക്കര ചെല്ലുമ്പോഴും കൊടുങ്ങല്ലൂർ ചെല്ലുമ്പോഴും ഈ രണ്ട് കക്ഷികളടുത്ത് ഞാൻ പറയാറുണ്ട്, ഒന്ന് പറയൂ പ്ലീസ്, ഒരു റെക്കമെൻഡേഷൻ. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്യണേ, കൊടുങ്ങല്ലൂർ അമ്മയോട് പറഞ്ഞായിരുന്നു. പക്ഷെ അമ്മ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഈ ദർശനം ഒന്ന് പറഞ്ഞൊന്ന് മേടിച്ചതാ, ഒരു റെക്കമെൻഡേഷൻ ചെയ്യാം. പക്ഷേ മേടിച്ച് തരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത് വാരണാസി എന്ന് വെച്ചാൽ എൻ്റെ അപ്പ മരിച്ച സമയത്ത് എൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെല്ലാവരും, അമ്മയും സിസ്റ്ററും എല്ലാവരും, കുറച്ച് ആൾക്കാരെല്ലാവരും പോയിരുന്നു വാരണാസിയിൽ. അന്നേരം എൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്കന്ന് പോകാൻ പറ്റില്ല. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ അപ്പയുടെ ഫസ്റ്റ് ചടങ്ങ് വാരണാസി പോയി ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല, വിധിയില്ല, നടന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ പോയി ചെയ്യും, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം എൻ്റെ അപ്പയ്ക്ക് വേണ്ടിയിട്ട് അതൊരു കാര്യം ഞാൻ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറയും. അതിന് തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി ചെയ്തിരിക്കും അത്. പിന്നെ മൂന്നാമത്തെ വെച്ചാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഷിംലയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മഞ്ഞൊക്കെ ചെറിയ സമയത്ത് ടി വിയിലൊക്കെ കാണുമല്ലോ, ആ ടൈമിൽ മഞ്ഞൊക്കെ കൈകൊണ്ടിട്ട് ആ ഒരു ആഗ്രഹം കുഞ്ഞിലെ പോലെ ഉള്ളിനുള്ളിൽ കിടക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച്, കാരണം തണുപ്പടിച്ചാൽ അപ്പം മേലുവേദനയും അതുപോലെ ശ്വാസമുട്ടലും എല്ലാം വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു തന്നെ ആ വഴിക്കോട്ട് വിടത്തില്ല. കാരണം ആരോഗ്യം വളരെ മോശമാണ്. അന്നേരം അത് പോകത്തില്ല. അന്നേരം ഈ ഒരു ആഗ്രഹമൊക്കെയാണ് എൻ്റെ മനസ്സിൽ കുഞ്ഞുതായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ വേറെ കുറേ ആഗ്രഹങ്ങളുണ്ട്, എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ പേപ്പടി ആക്കുന്നില്ല, ഇത്രയും മതി ഇപ്പോഴത്തേക്ക്, ബാക്കി പിന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫുഡിനോടുള്ള എനിക്കിഷ്ടം, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഫുഡും കഴിക്കാറുണ്ട്, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും, എനിക്ക് കുഴപ്പമില്ല. അന്നേരം എനിക്ക് ഇന്നോടൊന്നും പ്രത്യേകതയൊന്നും ഒരു ഭക്ഷണത്തിനോടും ഇല്ല. വിശപ്പ് വന്നാൽ എനിക്കെന്തെങ്കിലും തന്നാൽ ഞാനത് കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന ഫുഡ് വേണം, ഇന്നേ കഴിക്കൂ, ഇല്ലെങ്കിൽ ഇന്നത് വേണം, അങ്ങനത്തെ ഒരു നിർബന്ധമുള്ള വ്യക്തിയല്ല. എനിക്കും ഇല്ല, ആ സ്വഭാവം എൻ്റെ മോനൂസിനുമില്ല. പിന്നെ പറയാനാണെങ്കിൽ ബുക്ക് വായിക്കും കേട്ടോ, നല്ല വൃത്തിയാണ്. ഇംഗ്ലീഷൊന്നുമല്ല, മലയാളം നോവൽ അങ്ങനെ ബുക്ക്, മിക്ക എഴുത്തുകാരുടെ ബുക്കുകൾ ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ എനിക്ക് ഒരു മുസ്ലിം, ഞാൻ ആ ബുക്കിൻ്റെ കാര്യം സ്റ്റോറി ഞാൻ പിന്നെ പതിയെ പറയാമെന്ന് വെച്ചാൽ മിണ്ടാത്തത്. ബുക്കിൻ്റെ ഇത് തന്നെ, ഒരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതിൽ ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ഞാൻ വായിക്കുന്നത് വെച്ചാൽ ചില വേർഡുകളൊന്നും എനിക്ക് കിട്ടത്തില്ല, അതെനിക്ക് ടെൻഷൻ വരും വായിച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പം ഞാൻ പിന്നെ അത് ഗൂഗിളിനോട് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അത് വായിച്ചെടുക്കുന്നത്. കാരണം നമ്മളൊരു സായിപ്പല്ലല്ലോ അത്രയും രീതിയിൽ ഇംഗ്ലീഷ് വായിക്കാനും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് എനിക്കുണ്ട്. അത്യാവശ്യം വായിക്കും, എന്നാലും അങ്ങോട്ട് വലിയ വേർഡുകളൊന്നും എൻ്റെ കൈ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. പക്ഷെ മലയാളം അങ്ങനെയല്ല, മലയാളത്തിലെ എല്ലാ ബുക്കുകളും എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഈവൻ മഹാഭാരതം എല്ലാം വായിക്കാൻ എനിക്കിഷ്ടമാണ്, എല്ലാം കുറേശ്ശെ വായിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എല്ലായിടത്തും പോലെ അമ്പലങ്ങളിലാണ് പോയിരിക്കുന്നത്. പിന്നെ വെയിൽ കൊള്ളാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് കൂടുതലും മടിക്കുന്നത്. വെയിൽ ഞാൻ കൊള്ളില്ല, കാരണം വെയിൽ കൊള്ളാത്തല്ല, പെട്ടെന്ന് എനിക്ക് ടാൻ അടിക്കും ഫേസിൽ, അതാണ് പ്രോബ്ലം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം ടാൻ അടിച്ച് കരുവാളിക്കും, അതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് അധികം ഈ വെയിലുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് ഇഷ്ടമല്ലാത്തത്. അത് പേടിച്ചാണ് കൂടുതലും ട്രാവൽ ചെയ്യാൻ അങ്ങോട്ട് മടിക്കുന്നത്. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുന്നവർക്കല്ല, പിന്നെ തിരിച്ച് നമ്മൾ ആളറിയത്തില്ലോ എന്ന് പേടിച്ചിട്ടാണ് കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൂരെ യാത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്കെങ്ങും പോകാത്തത്. കാറിലാണ് മോൻസൂണിയുടെ എവിടെയും പോകാൻ ഇഷ്ടം, അല്ല ബസ്സിലോ ഒന്നും ഒറ്റയ്ക്കങ്ങ് യാത്ര ചെയ്യത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, യാത്ര എനിക്ക് മിക്ക സ്ഥലങ്ങളും എനിക്ക് ഇവിടുത്തെ അറിയില്ല. ഈ നമ്മുടെ കേരളം വിട്ട് ഒരു സ്ഥലത്തോട്ടും പോയി, എറണാകുളത്ത് തന്നെ എനിക്ക് മിക്ക സ്ഥലങ്ങളും അറിയില്ല.
അതൊന്നാമത്തെ കാര്യം പറഞ്ഞു. ഞാൻ എവിടെയും ഒറ്റയ്ക്കെങ്ങും പോയി ഒരു ശീലം എനിക്കില്ല. എവിടെ പോയാലും മോനുസിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. മോനുസ് എന്നെ കൊണ്ടുപോയിട്ട് സാധനം മേടിക്കുന്നതായാലും പറക്കുന്നതായാലും എല്ലാം മോനുസിൻ്റെ കൂടെ, അല്ലാതെ ഒറ്റയ്ക്കൊരു യാത്രയില്ല. പിന്നെ ഞാൻ പോയില്ല വെച്ചാൽ സൗമ്യ അവൾ വരുമ്പോൾ അവരൂടെ പുറത്ത് പോകാറുണ്ട്, അത് ഫ്രണ്ട്സിൻ്റെ കൂടെ. അതൊന്ന് മാക്സിമം പോയി ഞങ്ങൾ ഈ വിരലെണ്ണാവുന്ന ആ ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ പുറത്ത് പോകാറില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും സംസാരിച്ച്. എനിക്ക് വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഇഷ്ടം. ഫ്രണ്ട്സ് ഞാൻ അന്ന് പറഞ്ഞല്ലേ, ഫ്രണ്ട്സ് എനിക്ക് അത്രയൊക്കെ തന്നെ ഫ്രണ്ട്സ് ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഞാനും. ബാക്കിയൊക്കെ പിന്നെ ഞാൻ പതിയെ ഓരോന്നോരോന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക. അപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.